ഔത്തുലോ ലൂട പോലത്തെ കേരം പോലത്തെ നിരന്തര കളിച്ചോണ്ടിരിക്കുന്ന ആളുമാർ ഔത്തുലുള്ളത് ഉണ്ട് കണ്ടെങ്കിൽ റഹ്മത്ര മലായികത്ത് ഔത്തുക കാല് ബൈക്കില്ല ദീർഘശല്ല മനുഷ്യരെ. അതേപോലെ ബൈത്തും ഫീഹിൽ മൽഊനൂൻ ഒരു ഔത്തുലുകത്തിൽ ശപിക്കപ്പെട്ട ആളുമാറുള്ളവരുണ്ട് കണ്ടെങ്കിൽ ഉമ്മടെ ശാപ, ആലിമീങ്ങളെ ശാപ, റായത്തങ്ങളെ ശാപ. ഈ ശാപ വീഴ്ച ശപിക്കപ്പെട്ട ദുർഗുണ ഇന്ന സ്വഭാവത്തെ ഉണത്തിൽ ഇന്നെങ്ക റഹ്മത്ര മലക്കിറങ്ങ ഔത്തുക കാല് ബൈക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ചെറിയ ചെറിയ ബാലക്കാരുണ്ട് ഭീതിക്ക് പോന്നോണ്ടുള്ളത് എല്ലാ ജാഗിലും നാ ചെന്നോണ്ടുള്ളതേ. ഇന്നത്തെ കാലത്ത് അകത്യ സുന്ദരമായ പടച്ചതമ്പുരാന്റെ പള്ളിയുണ്ട്. നിങ്ങളെ ഓരോരോ ഹെജ്ജല് നിങ്ങളുടെ കാലിടെ മുട്ടത്തില് ഔലാവുത്തിലെ പിത്തിലുണ്ട് കാല് ബൈക്കടതേ പള്ളിയുടെ ജാളുക. അതേപോലെ ഓരോ ഭക്തി നിസ്കാരത്തെയും ബാങ്കടിയും ഇഖാമത്തിന്റെ സമയത്ത് ശബ്ദ സമയത്ത് ഔത്തുളുകത്തേക്ക് കേട്ടോണ്ടുണ്ട്. അത് മാത്രല്ല മനുഷ്യ ആ പള്ളിയിൽ പടച്ചവന് ഇഷ്ടപ്പെട്ട ദിക്റുടെയും അതേപോലെ മൗലിദിനെയും സദസ്സരെയും ശബ്ദമെല്ലാം കേട്ടുകൊണ്ടുണ്ട്. നിങ്ങൾ ഒത്തുക ആയെങ്കും സമയത്ത് പടച്ചവന്റെ പള്ളിക്ക് കാള് വയ്ക്കുക ഇഷ്ടമില്ലാത്ത എത്രമോ ബാലക്കാർ നിങ്ങളെ കൂട്ടത്തിലില്ലേ മനുഷ്യരെ? അങ്ങനത്തെ ആളുമാർ ഔത്തുള്ളറാ ആ ഔത്തുക റഹ്മത്തിനെ മലായികത്തിനെ കാള് വയ്ക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലട് ബാലക്കാരാ നിന്റെലും പ്രത്യേകമായിട്ട് ചെല്ലണ. അല്ലാഹു നിക്ക് സുബ്ഹാനഹു വ തആല നിക്ക് നല്ല അനുഗ്രഹം തന്നറ. നിന്റെ യൗവന ചെല്ലത് ബലകെട്ടു തീരാത്തൊരു ബസ്ത് യൗവന ചെല്ലടത് എല്ലാവർക്കും ബാലക്കാർ വേണു, എല്ലാവർക്കും ബാലക്കാർ വേണു. ഉസ്താദ്മാർക്ക് എന്തെങ്കിലും ഒരു സൊറാക്കോട്ട് കണ്ടെങ്കിൽ ബാലക്കാർ വേണു. അതേപോലെ നിങ്ങളെ പഞ്ചായത്ത് അധ്യക്ഷരെ ബിസൈഡ് നോക്കിയുള്ള വോട്ട് വേണ്ട സന്ദർഭത്തിലും ബാലക്കാർ വേണു. പള്ളിയിൽ നല്ലൊരു കാര്യം നടക്കുമ്പോഴത്തേക്ക് ബാലക്കാർ വേണു. റായത്തിലെ പാവത്തങ്ങളെ മങ്ങിലത്തെ സന്ദർഭത്തിൽ ബാലക്കാർ വേണു. റായത്തെ അഭിവൃദ്ധി അവർക്ക് ബാലക്കാർ വേണു. ശൈക്ഷണികത്തെ അഭിവൃദ്ധിക്ക് ബാലക്കാർ അഗത്യമുണ്ടോ? രാജകീയ അഭിവൃദ്ധിക്ക് ബാലക്കാർ അഗത്യമുണ്ടോ? അതേപോലെ ധാർമ്മിക അഭിവൃദ്ധിക്ക് ബാലക്കാർ അഗത്യമുണ്ടോ? എല്ലാരും നോട്ടവും യൗവനത്തിക്ക് മനുഷ്യടത്. എല്ലാരും നോക്കണത് യൗവനത്തിക്ക്. മക്ക നോക്കണത് യൗവനത്തിക്ക്. ചെറിയ മക്കളുള്ള സ്കൂൾക്ക് ദർശക്ക് പോണ്ടത് അങ്ങനത്തെ പേരിക്കടെ അള്ളാഹു നന്റെ നിന്ന് മരിക്കടത്തോളം ഈ മക്കായിട്ടേ ജീവൻ നടത്തിയ മൈതമ്പുരാൻ എന്നിട്ട് തപ്പിട്ടും ബാലക്കാറാക്കിരണ്ടാണ്ട് ഏതെങ്കിലും ഒരു മക്ക ദൂരക്കട ആശപ്പെടറാ ഇല്ല. ദർശക്ക് പോകുമ്പോഴത്തേക്കും മക്ക സ്കൂൾക്ക് പോകുമ്പോഴത്തേക്കും മക്ക ബാലക്കാര നോക്കുന്നത് അള്ളാഹുവെ അവന് കാറിലും ബൈക്കിലും പോയിട്ടുള്ള ഈ കാറും ബൈക്ക് നക്കിപ്പോ കിട്ടുക തമ്പുരാനെ. ഈ ചീലയും ഈ ഗോണി ഉദ്ദാക്കുണ്ട് അവിടേക്കും പോകണം ഊടക്കും പോകണം അവിടേക്കും പോകും പറച്ചലും കൂടിയും പറച്ചല്ല ഔട്ടിങ് അടി ഊട്ടിങ് അടി ഔത്തുബന്നം കൊടി എൽതും എൽതുല ഓതുല ഇതേ വിസ ഇത് എപ്പ തീറി മുസീബത്ത് നാനൊന്ന് ബാലക്കാറയുടെ ഈ തല വെച്ച ഇല്ല ಅಂತಲ್ಲ പടച്ചോനെ അല്ല മക്ക പേരിക്കിടങ്ങ വയസ്സറങ്ങ പേരിക്കിടെ ഓരോരു മുടി രോമത്തെ കൈയിടതും കാലിടതും വീസരതും താട്ടിടതും മുടി ഇങ്ങനെ പൽക്കൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ബെൽക്കൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ബാലക്കാർ പേരിക്കിടെ ഏറെ കിളവന്മാർ പേരിക്കിടെ പടച്ചു തന്നാണ് അവൻ്റെ പോലെ അവൻ നിന്ത്. അപ്പോൾ ഞാൻ ഓരോ ഗാഡിയിൽ പോയോണ്ടിന്നെ മൈക്കാലത്ത് പോകണ്ടെങ്കിൽ ഓടത്തേക്ക് പോയിട്ട് അപ്പുറത്ത് കാല് വെച്ചോണ്ടിന്നെ. ബൈക്കും കണ്ട് കണ്ടിട്ടില്ല, കാറും കണ്ടിട്ടില്ല, കണ്ടെങ്കിൽ മയ്യത്ത് കാട്ടിൽ മാത്രം കണ്ടോണ്ടിന്നെ ഉണ്ട്. പടച്ചോ നക്ക് ഇന്ന ഒരു ബാലക്കാറായിടെങ്കിൽ എന്റെ യൗവനൊന്ന് തിരിച്ചു കിട്ടിട്ടിന്നെങ്ക വെറുതെ കുറാസ കോട്ടി ചെലവാക്കിയും കിട്ടാത്തത് ഈ ജന്മപൂർത്തി ദ്വാരം കിട്ടാത്തൊരു വസ്തു യൗവന ചെല്ലത്. അത് ബേസരങ്കോ ആസെന്തരെ നാനൊരു ബാലക്കാറാവണിന്ത്. ഏതെങ്കിലും ഒരു ബാലക്കാർ ഇതച്ചിരിക്ക് 100 കണക്കിൽ ബാലക്കാറുള്ളത് നിങ്ങൾ ഒർക്കും ആശപ്പെട്ടറാ പടച്ചോണ നന്റെ ബോബടെ പോലെ അവനിത്ത് ബെത്തം കുത്തിയോണ്ടു ദമ്മു കെട്ടിയോണ്ടു നടക്കുക തീരാണ്ടും പൂന്നോണ്ടും മൂലൽ പൂന്നോണ്ടും അങ്ങനെ നന്റെ ഒരു ബോബടെ പോലെ അവനിത്ത് നാണിന്ത് ഏതെങ്കിലും ഒരു ബാലക്കാർ പേരിച്ചിരണ. അല്ലെങ്കിൽ ഏതൊരു ഒരു ബാലക്കാർ അല്ലാഹുവേ ആ മുൻകട്ട അരിച്ചോണ്ടിക്കടെ LKG UKG പോണ്ട് കിടാവ് നാണ അവൻ നിത്തിപ്പോ ചെന്നിട്ട് അരങ്ക് പേര് കിടാറ ആറ് നോക്കില്ലേ എള്ളറയുന്നോട്ടാ യൗവനത്തിക്ക്. ഇന്ത്യത്തെ കാക്കുക വേണ്ടിട്ട് സോളിഡേഴ്സും ഏത് മിലിറ്ററിയും അങ്ങും ബാലക്കാറാവണോ? എല്ലാത്തുക്കും എല്ലാ അഭിവൃദ്ധി വിഷയത്തേക്ക് ബാലക്കാറാവണോ? ഇണ്ട് ഞങ്ങളെ യൗവന എന്തൊക്കെ ഉപയോഗമായി ബാലക്കാർ ചെല്ലോ. നിന്റെ ബാപ്പ പടച്ചതമ്പുരാന്റെ പള്ളിയിൽ ബാങ്ക് കേക്കട സന്ദർഭത്തിൽ നീ റോഡ് സൈഡിലുള്ള നിന്റെ ഉമ്മയും ബാപ്പയും മൗത്തിൽ ചോറുണ്ടു ചാവുക ഇറങ്ങുക അവിടെ സന്ദർഭത്തിൽ വീതിയിൽ അലമാരുടെ പോലെ ചുറ്റി നടന്നുകൊണ്ടുള്ള വയസ്സായ ആളുമാർ പടച്ചവന്റെ പള്ളിയുടെയും ദീനുടെയും ഹിദുമെടുക്കട സന്ദർഭത്തിൽ നീ നീണ്ട് കണ്ടെങ്കിൽ ഗാഞ്ചത്തെ പിറകിൽ പോയോണ്ടുള്ള പാവത്തങ്ങളെ സഹായാക്കട സഹകാരാക്കട വിഷയത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തിൽ ഇക്കൊണായ നീണിന്റെ ജാവുക്ക് 12 ഗണ്ട 1 ഗണ്ട ജാവുത്തോള അങ്ങാട്ട് സൈഡിലും ബസ് സ്റ്റാൻഡിലും കൂടങ്ങാട്ട് സൈഡിലും റിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പോയിട്ട് തെച്ചിട്ട് 6 കുറുഫാ തന്നെയോണ്ടുള്ള ഓപ്പൺ ചെല്ലട്ടെ നിന്റെ പിരിസത്തെ സഹോദര. ഞങ്ങളെ റായത്ത്
ചുറ്റുഭാഗത്തിൽ ഏതെങ്കിലും മുസ്ലിം അല്ലാത്ത ആളുമാർ യാറെ ഇന്ന ഏരിയ ഉണ്ടാണ്ട് നോക്കൂ നീണ്. മുസ്ലിമേതര വ്യക്തിമാർ ഹിന്ദു ആവട്ടോ ക്രൈസ്തവ സഹോദരന്മാരാവട്ടോ അങ്ങ് ജനസംഖ്യത്തിൽ യാറെ ഇന്ന പ്രദേശത്തൊന്നു നോക്കൂ നീ പോയിട്ട്. ജാഗു ഒലിമ്പര ഗಂಟೆ 10 ಗಂಟೆ ആയാൽ പിന്നെ ആ ഏരിയത്തിൽ ബസ് സ്റ്റാൻഡിൽ ഒരു മനുഷ്യരെ കാണുക കിട്ടല. പൊളിഞ്ഞ റിക്ഷയുടെ മേളില് ഗൂഡം കെട്ടിയ സൈഡില് ഏതെങ്കിലും പല്ലിയുടെ സൈഡിലും അതേപോലെ ഏതെങ്കിലും പാർക്കിലും ഞങ്ങളെ ബാലക്കാരെ കാണുക കിട്ടല. ഒലിമ്പര ഗಂಟೆ അവിടെ കാണാൻ മുന്നലങ്ങ ഔത്തുക ശരിയറ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ മുസ്ലിം ഇടങ്ങ യാറെ ഇന്ന ഏരിയത്തെ ഒന്ന് നോക്കിയുള്ളോ. ಗಂಟೆಗೆ 12 ಗಂಟೆಗೆ അങ്ങാടിക്ക് പോറൂള. അപ്പോഴും അങ്ങാടി ബന്ധായിട്ട് അവന് പോയിട്ട് ഉറങ്ങിടാ. പാലക്കാർ അങ്ങാടിന്റെ സൈഡിൽ കുതുക്കനതിച്ചിട്ടുള്ളത് 2 ഗಂಟೆക്കൊന്ന് അങ്ങാ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ പോയി നോക്കുവള. അപ്പോഴും ബീഡിയും സിഗരറ്റും പുക പോയോണ്ടുണ്ടോ, അതിർക്കത്തിൽ നശപത്ര പോലത്തെ ഗാഞ്ചത്തെ പുക പോയോണ്ടുണ്ടോ, അതേപോലെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടുള്ളത്. 2-2.5 ಗಂಟೆ 3 ಗಂಟೆത്തോളം അങ്ങാടിൽ അടിയായ പാമ്പിട പോലെ ചുറ്റി നടന്നുകൊണ്ടുള്ളത് ഞങ്ങളെ പാലക്കാർ. സുബൈ ബാങ്കാവിടെ സന്ദർഭത്തിൽ മല്ലേ വന്നിടത്തുള്ളൂ കിടന്നെങ്ക ഒലിമ്പ ഗಂಟೆ 10 ಗಂಟೆಗೆ എണിക്കിടങ്ങ ഉള്ളത്. 10 പൈസ നയിക്കാത്തങ്ങ സോമാരിമാറുള്ളത്. നയിച്ചവണുക്കും വന്നിട്ട് ഉപകാരത്ത് പള്ളിക്ക് അവന്റെ കാസ് ഉപകാരത്തിൽ എത്തില്ല. എന്തെങ്കിലും ഉമ്മ ബാപ്പക്ക് സീക്ക് സംകട്ടായപ്പോ സമയത്ത് അവന്റെ 10 പൈസ എത്തില്ല. ഈ രൂപത്തിൽ ദുരുപയോഗ ആയോണ്ടുള്ള യൗവനല്ലണ്ടി യക്ഷനംശ കണ്ടോണ്ടുള്ളത്. തിരുസത്തെ പാലക്കാറാ നിന്റെ ചെറുതാക്കുക ചിലടല്ല. നിക്ക് ജവാബ്ദാരി ഉണ്ട് മോള്, നിക്ക് ബലമുണ്ട് മനുഷ്യ, നിക്ക് സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം സമയത്ത് നിക്ക് തന്നിരുമോടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലട് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. നാളെ പരലോകത്തേക്ക് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിയുടെ നിഴലല്ലാണ്ട് വേറെ ഒരു നിഴലുമില്ല, ഒരു ഉപകാരമില്ലാത്ത ആരെ കൊണ്ടും സഹായമില്ലാത്ത അണ്ടത സന്ദർഭത്തില് പടച്ചവന്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ബാലക്കാറാ, ഹിതചിന്തനാക്കട ബാലക്കാറാ, റായത്തെ അതേപോലെ ധാർമ്മികവും ശൈക്ഷണികവുമായ സാമാജികവും കൗട്ടുംബികമായ അഭിവൃദ്ധിക്ക് വേണ്ട ഹിദ്മത്തെടുക്കട ബാലക്കാറാ, നിക്ക് അർശിയുടെ നിഴലുണ്ട് ചെന്നിട്ട് മുഹമ്മദ് മുസ്തഫ നീ ശപിക്കപ്പെട്ടവനാവണ്ട, നീ നിന്റെ ഉമ്മടെയും നിന്റെ ബാപ്പടെയും ശപിക്കപ്പെട്ട മോണാവണ്ട, അതേപോലെ നിന്റെ നിരക്കരക്ക് ശാപബീക്കട പോലത്തെ മോണാവണ്ട, നിന്റെ റായത്തുക്ക് ശാപബീക്കട രൂപത്തിൽ ബെടക്ക് പേര് കേക്കട മോണാവണ്ട, നീ തീരെ നിന്റെ ഹയാത്ത് കാലത്ത് നല്ല പേര് കേൾക്കുമോണോ മോനെ. ഇണ്ട് കാണ്ടില്ല യച്ചിനം യൗവനായിട്ട് കിടണ്ട് തീനോണ്ടുള്ളത് മരിച്ചോണ്ടുള്ളത് ആക്സിഡന്റ് പോലത്തെ വിഷയത്തില്, അതേപോലെ ഹാർട്ട് അറ്റാക്ക് പോലത്തെ വിഷയത്തില്, അപകട മരണത്തിൽ യാറുണ്ട് യൗവന പോയോണ്ടുണ്ട്. ഗൾഫിൽ എത്ര ചങ്ങായിമാർ അല്ലാ അല്ലാ ചെറിയ ചെറിയ ബാലക്കാർ റായത്തുക മയ്യത്തായിട്ട് വന്നോണ്ടുള്ള കഥ കേട്ടോണ്ടുള്ള എന്ത് കയറി ഇപ്പുറത്തേക്ക് മുന്നേ ചെറിയൊരു ബാലക്കാർ ഉസ്താദ് നല്ല രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനെ പഠിപ്പാട്ടിയോണ്ടിന്നെ എല്ലാ ഭാഷയും കറകത്താക്കിയോണ്ടിന്നെ ദീനിക്ക് നേതൃത്വം കൊടുത്തോണ്ടിരുന്ന നല്ലൊരു ഉസ്താദല്ലേ മുഞ്ഞാണ്ട് ആക്സിഡന്റ് ആയിട്ട് മരിച്ചുപോയത്. പടച്ചറബേ ആ ഉസ്താദിനെ നീ ഖബറുടെ സ്വർഗ്ഗഭവനമാക്കി കൊടുക്കു തമ്പുരാനെ. വിഷയനാച്ചെന്നോണ്ടുള്ളത് മനുഷ്യര് ഈ യൗവന ചെല്ലത് ബെടക്കത്തരത്തിൽ ഉപയോഗമാക്കുകയുള്ളതല്ല. വിഷയത്തേക്ക് ഇന്നും പറട്ട ബഹുമാനപ്പെട്ട പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലട് ബൈതുൻ അൽ ആഖുലിൽ വാലിൽ വാലിദൈ ഉമ്മ ബാപ്പക്ക് മനസ്സിക്ക് നമ്പറാക്കട ആണാവട്ടോ പെണ്ണാവട്ടോ ഉള്ളറ ആ ഔത്തുകു റഹ്മത്തിലെ മലായികത്തങ്ങക്ക് ആള് ബൈക്കില്ല മുഹമ്മദ് മുസ്തഫ. നിന്റെ ഉമ്മ ബാപ്പാടെ നീನು ഉപദ്രാക്കടെങ്ക്, നിന്റെ ഉമ്മ ബാപ്പക്ക് നീ എന്തെങ്കിലും അന്യായാക്കടെങ്ക്, അങ്ങനെ മനസ്സിക്ക് നമ്പല കൊടുക്കടെങ്ക് മനുഷ്യ നീനും നിന്റെ കുടുംബവും നിന്റെ അകവും അഭിവൃദ്ധിയാവില്ല. ചെല്ല ഒരു ബിസിയെ ചെല്ലട്ടിക്ക് ചെല്ലട്ടാ നിങ്ങൾ വിട്ടിയ ഈ ദുനിയാവുളോ കൊതുട പിടിച്ചിട്ട് ഈപ്പട പിടിച്ചിട്ട് കോളിട പിടിച്ചിട്ട് അതേപോലെ കാക്കയാവട്ടോ നായിയാവട്ടോ പന്നിയാവട്ടോ എലിയാവട്ടോ ആനാവട്ടോ സിംഹാവട്ടോ ഏതൊരു ജീവിയാവട്ടോ മനുഷ്യ സഹിത സകലമായ ജീവജാലത്തെ ജീവിയുടെയും അത് ജന്മ കൊടുക്കുന്ന സന്ദർഭത്തെ ഒന്ന് നിങ്ങൾ പഠിച്ചിടറാ, ഹിസ്റ്ററി പഠിച്ചിടറാ. ഈ ദുനിയാവുളോ പേരുടെ സന്ദർഭത്തിൽ ഒരു ശക്തിയില്ലാത്ത ഒരു ബുദ്ധിയില്ലാത്ത സ്വതന്ത്രമായിട്ട് ഒരു ശക്തിയും ഇല്ലാത്ത ഒരു ജീവി ഇന്നെങ്കിൽ മനുഷ്യ
നിങ്ങളെ ചെറിയ കൈയുടെ ഉൾക്കത്തിലെ സമയത്ത് പിടിക്കുക. അവിടെ കോളിയുടെ അത്ര സമയത്ത് ശക്തിയില്ലാത്ത, എലിയുടെ അത്ര ശക്തിയില്ലാത്ത, കപ്പയുടെ കുഞ്ഞിയുടെ അത്ര ശക്തിയില്ലാത്ത, ഒരു നായുടെ കുഞ്ഞിയുടെ അത്ര ശക്തിയില്ലാത്ത, ഒരു പന്നിയുടെ കുഞ്ഞിയുടെ അത്ര ശക്തിയില്ലാത്ത ഒരു ജീവി ദുനിയാവുളി പെത്തിട്ട് പണ്ട് കണ്ടെങ്കിൽ അത് മനുഷ്യവർഗ മാത്രമാണ്. നിക്ക് തള്ളി യൗവന വന്നപ്പോ, നീ തള്ളി ഗട്ടിയായപ്പോ, ശരീരപുഷ്ടി തള്ളി ഗട്ടിയായപ്പോ, മസിലി പവർ തെല്ല് കൂടിയപ്പോ, തെല്ല് മുടിക്ക് ലോങ് വന്നപ്പോ, അതേപോലെ തെല്ല് കളർ വന്നിട്ട് ചന്തായപ്പോ, ആളുമാറ് കാണുമ്പോ പെണ്ണെ നിന്റെ മേല് ദൃഷ്ടി വയ്ക്കുക തുടങ്ങിയപ്പോ, നിന്റെ ഉമ്മ നിക്ക് ബുദ്ധിവാദ ചൊല്ലുമ്പോ, ബാപ്പ ബുദ്ധിവാദ ചൊല്ലുമ്പോ, അറുസപറുമ്പോ നീ ആലോചനാക്ക് മനുഷ്യ, നീ പെരുടെ സന്ദർഭത്തിൽ കോളിയുടെ കുഞ്ഞിയുടെ അത്ര ശക്തി സമേത നിക്കില്ലാന്ത്, കോളിയുടെ കുഞ്ഞിയുടെ അത്ര ശക്തി സമേത നിക്കില്ലാന്ത്. നിങ്ങൾ ഒത്തിരി ചിലപ്പോ പെട്ടയിക്കുമയി കോളിക്കുമയി ആ പെട്ട മുട്ട ബേക്ക് കണ്ടെങ്കിൽ അന്തുമിന്റും തിണ്ടിട്ട് ഒളിഞ്ഞെതിരെ കാവ് കൊടുക്കുക വേണായിട്ട് നിങ്ങൾ ഒത്തിരി പെണ്ണിങ്ങ മുട്ടയുടെ ബുട്ട് കൊടുക്കടറ്. പെട്ട കോളി അഥവാ ഉമ്മ കോളിയുടെ അടിയില് ഉമ്മ കോളി ഇങ്ങനെ കുറെ നാളിങ്ങനെ തേക്കറ് തെച്ചിരി കുഞ്ഞാവിടെ സന്ദർഭത്തില് പെട്ടക്ക് അതുക്ക് കലണ്ടർ ഇല്ല, അതുക്ക് ഗടിയാളില്ല, അതുക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ചെന്നിട്ട് 7 നാളെ ഒരു വാറയില്ല, അതുക്ക് തിങ്കളില്ല, റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ ചെന്നിട്ട് അതുക്കില്ല, അതേപോലെ അതുക്ക് ജനുവരി ഫെബ്രുവരി ചെന്നിട്ട് അതുക്കില്ല, 2019 2020 ചെന്നിട്ട് ഇസബിയില്ല, ഏതും അത് സ്കൂൾക്ക് പോയിട്ടില്ല, അത് ഡോക്ടറുടെ കണ്ടിട്ടില്ല, അത് ഗർഭിണിയാടെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ പെട്ട കുഞ്ഞു ബേക്കയുടെ സന്ദർഭത്തിൽ മുട്ട ബേക്കയുടെ സന്ദർഭത്തിൽ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് അത് എടുത്തിട്ടില്ല, ആരെയും അത് കൺസൾട്ട് ആയിട്ടില്ല, കൗൺസിലിംഗ് ആക്കുക പോയിട്ടില്ല, ഒരു ആശ്രവും ഇല്ലാണ്ട് എന്തുമില്ലാണ്ട് ആരെ ഒരു ഹെൽപ്പ് സമയത്ത് ഇല്ലാണ്ട് തന്നെത്താല അത് മുട്ട വയ്ക്കട്, മുട്ട വെച്ചിട്ട് കാവ് കൊടുക്കടു. 6 പടിപ്പാട്ട് മനുഷ്യ അതിന്റെ ഭയത്തിലെ സമയത്ത് ഇല്ലാത്ത പറുത്ത് ഇന്ന മുട്ടയുടെ ഉള്ളുകത്തിൽ നിന്റെ കുഞ്ഞി പറുത്ത് പറക്കും സമയമായി ചെന്നിട്ട് ഉമ്മ കോളിക്ക് ചൊന്നു കൊടുത്തവണാറുള്ള, അതൊക്കെ ഡയറക്ഷൻ ചൊന്നു കൊടുത്തതാറുള്ള. ഒരു പെണ്ണുങ്ങ 8 തിങ്കളാമ്പത്തേക്ക് പെരിടല്, 8 തിങ്കളും 10 നാളാമ്പത്തേക്ക് പെരിടല്, അതേപോലെ 9 തിങ്കളാമ്പത്തേക്ക് ജന്മ കൊടുക്കടല്. ചെന്നിട്ട് ഡോക്ടർമാർ ചിലപ്പോൾ ടെസ്റ്റാക്കിടെ ചൊല്ലകുമ്മയി, അല്ലെങ്കിൽ ചെല്ലാണ്ട് അവൾക്ക് നമ്മളെ പറഞ്ഞത് ഗുന്താവുകുമ്മയി, അല്ലെങ്കിൽ അവൾക്ക് എത്ര തിങ്കളായിട്ട് ചെന്നോള് പഠിച്ചിട്ടിക്കടല്, ഇന്ന തിങ്ങളുടെ നിന്നാണ് കറുപ്പും ചായത്, ഇത്ര തിങ്ങളുടെ നിന്നാണ് പെറുകു ചാൻസസ് ഉണ്ട് ചെന്നിട്ട് എല്ലാം ഒരു പെണ്ണ് കൂന്തുന്നത് പഠിച്ച പഠിപ്പാറ് പറുത്തുള്ള മുട്ടയുടെ ഉൽഗത്തിൽ കോളി പറുത്ത പിറകു സമയായിട്ട് ചെന്നിട്ട് 6 പെട്ട പൂക്ക് കോളിക്ക് അതല്ലെങ്കിൽ ഉമ്മ കോളിക്ക് ചെന്ന് കൊടുത്തവൺ 6 അത് പറുത്ത് പണ്ട സമയായപ്പോ ഒന്ന് നോക്കൊരു മനുഷ്യര് പറുത്ത് പണ്ട നാളായപ്പോ ഉമ്മ കോളി മല്ലേ ആ മുട്ട കുറിങ്ങനെ കൊത്തിട്ട് കൊടുക്കണം, അല്ലേ അതിരെ കൊക്കുളി ഇങ്ങനെ കൊത്തൊരു വട്ടയാക്കിട, ഒരു വട്ടയാക്കിട ദൂരം നിന്നിട്ട് നിൽക്കിട ആ പെട്ട കോളി അത് പൊളിക്കില്ല, ആ മുട്ട അത് ഒടിക്കില്ല, എന്തുമാക്ക ഒരു വട്ട മാത്രം ഇട്ട് കൊടുത്തപ്പോ ഉൾഗത്തിൽ നിന്ന് കുഞ്ഞ് മല്ലേ അതിരെ കൊക്കുട മല്ല പറുത്തിട്ട് വിട്ടു, മല്ലേ കൊക്കുട പറുത്തിന് ഫസ്റ്റ് ഊന്തിട്ട് കൊടുക്കൂ, ഫസ്റ്റക്ക് മുട്ട എങ്ങനെ പൊട്ടി തെരിച്ചു പോണ്ടോ, അങ്ങനെ കൈക്കാളെല്ലാം മുദ്ദയായിട്ട് രക്കെല്ലാം മുദ്ദയാക്കി വെച്ചിട്ടിന്നെ കോഴിയുടെ ഉൾഗത്തിൽ റൗണ്ടായിട്ട് കിടന്നിട്ടിന്നെ കുഞ്ഞിയതോ ഉരുണ്ടോണ്ട് കീളുക പോലുടോ പൂനവർത്തക്ക് 2 സെക്കൻഡ് മനുഷ്യ 2 സെക്കൻഡ് ഉൾഗത്തിൽ എനിച്ച് നിന്നിട്ട് അത് ഉമ്മടെ മുട്ട പോയി ഓടിയോണ്ട് പോയിട്ടായത് ആറുമതൊക്കെ നടക്കുക വഴിപാട്ടിട്ടില്ല, ഉമ്മതിരെ വിളിച്ചിട്ടില്ല, ഉമ്മതിരെ കോളിയുടെ കൈ പിടിച്ച് ഉദ്ദാക്കി നടപ്പാട്ടൊക്കെ പ്രയത്നാക്കിയിട്ടില്ല. അത് 2 സെക്കൻഡുകൾ എണിച്ചിട്ട് അത് അതിരെ കാലിൽ നിന്നിട്ട് നായുടെ കുഞ്ഞ് നോക്കിട്ടിക്കുവറ്, പൂച്ചയുടെ കുഞ്ഞ് നോക്കിട്ടിക്കുവറ്, മനുഷ്യ മീനുടെ കുഞ്ഞ് നോക്കിട്ടിക്കുവറ്, എലിയുടെ കുഞ്ഞ് നോക്കിട്ടിക്കുവറ്. അത് കാറും നടക്കുക വഴിപാട്ടിട്ടില്ല, ചിരിക്കുക വഴിപാട്ടിട്ടില്ല, ഓടുക വഴിപാട്ടിട്ടില്ല, തിന്നുക വഴിപാട്ടിട്ടില്ല. മനുഷ്യ നാണും നീണും ഉമ്മടെ ഭയത്ര പറുത്ത് പൂനെപ്പോ ഒന്ന് കൈക്കാള സമയത്ത് പന്ത് പാട്ടൊക്കെ നങ്ക് തീരിട്ടില്ല, ബാഗ് യന്ത്ര കുടിക്കണോണ്ട് നങ്ക് തിരിയല, കടച്ച് അതേപോലെ പൈ കുഞ്ഞു വെച്ചിട്ട് കടച്ചിട്ട് തിണ്ട് പേരിച്ചോ, കടച്ച് എണിച്ചപ്പുറത്തേക്ക് നേരെ ഓടുறது ആ ഉമ്മടെ മുലപ്പാല് കുടിക്കുക വേണായിട്ട് പൈയുടെ മുലപ്പാല് കുടിക്കുക പോണ്ടോ, ആ ഉമ്മർക്ക് വിളിച്ചിട്ട് മുലപ്പാലുടെ അതിന് നിപ്പിലെടുത്തിട്ട് ബായിക്കിട്ട് കൊടുക്കില്ല. 6 പടി പാട്ടി കൊടുത്തത് ആ കുഞ്ഞിക്ക് ഇന്ന ജാഗിലെ പാലുണ്ടു ചെന്നിട്ടോ. മനുഷ്യ ഞങ്ങളെ ഉമ്മടെ മുലപ്പാട് ഞങ്ങളെ ഉമ്മ ഞങ്ങൾക്ക് ചേർപ്പാടിട്ട് ഞങ്ങൾക്ക് ബായിക്കിട്ട് തന്നത്
ತೇಡುಗ ನಂಗೆ ತೆರಿಯಲ್ಲ ಅದು ನಂಗೆ ಕುಡಿಕೋಗು ನಂಗೆ ಗೊಂತಿಲ್ಲ ಅಂತ ಮನುಷ್ಯ നിന്റെ ഉമ്മ നിന്റെ നടപ്പാട്ടകു വേനട ജണ്ട് 1.5 വർഷത്തോളം കഷ്ട വന്നിറള നിന്റെ ഉമ്മ നിന്റെ നടപ്പാട്ടകു വേനായിട്ട് 1.5 വർഷത്തോളം കഷ്ട വന്നിറുമോണ് പൂളുമ്പത്തേക്ക് പിടിച്ചിട്ട് അതേപോലെ ചായുമ്പത്തേക്ക് പിടിച്ചിട്ട് കിടന്നവിടെ എണിച്ചിനി പാട്ടിട്ട് ജണ്ട് കയ്യിലും പിടിപ്പാട്ടിട്ട് നിന്റെ ഒട്ടിക നടന്നിട്ട് 1.5 വർഷത്തോളം നിരന്തര ട്രെയിനിങ് തന്നിട്ട് നിന്റെ ഉമ്മ നിന്റെ ആക്കി വിട്ടത് അത്രത്തോളം കഷ്ട വന്നത് നിന്റെ ഉമ്മ മരണവേദന അനുഭവിച്ചിട്ട് നിന്റെ ഉമ്മ നിനക്ക് ജന്മ തന്നത് മോളെ നീ തെല്ല് പുൾപ്പെടുമ്പത്തേക്ക് ഉമ്മക്ക് ഉറക്കില്ലാണ്ടായി പോയിട് നിക്ക് തെല്ല് പനി വന്നപ്പോ ഉമ്മ തിണ്ടിട്ടില്ല കുടിച്ചിട്ടില്ല നിന്റെ അത്രത്തോളം ശുശ്രൂഷ ആക്കിയത് ഒരു നായി ബൽത്തിരക്കാണയാറ് ഒരു പൂച്ച ബൽത്തിരക്കാണയാറ് ഈ ദുനിയാവുന്ന സകലമാണ് ജീവജാലത്തെ അത് ബൽത്തിരക്കാണയാറ് നിന്റെ ഉമ്മ നിന്റെ ബൽത്തിര് നിന്റെ ബാപ്പന്റെ ബൽത്തിര് അയ്യങ്ക ഒരു കോളിയുടെ കുഞ്ഞുക്ക് എതിരെ ഉമ്മടൽ ഇന്നത്ര പിരിസ നീ നിന്റെ ഉമ്മയുടെ ഒട്ടിക്ക് കാട്ടിയോണ്ടില്ല നായുടെ കുഞ്ഞുക്കെതിരെ ഉമ്മ നായുടെ ഒട്ടിക്ക് ഇന്ന പിരിസപ്പാട് നിന്റെ ഉമ്മയുടെ ഒട്ടിക്ക് കാട്ടിയോണ്ടില്ല നീ ഉമ്മടെ അടങ്കില്ലേ ഉമ്മടെ പറയില്ലേ ഉമ്മടെ ദൂഷനാക്കില്ലേ മോളെ നിന്റെ പേരുടെ സന്ദർഭത്തിൽ ഉമ്മ മരണവേദന അനുഭവിച്ചിട്ട് നമ്മളെ സഹിച്ചിരള ചൊമ്മ നമ്മളായിടല ഉമ്മക്ക് മരിച്ചിട്ട് ഹയാത്തായിടല മോണെ നിന്റെ ഉമ്മ മരിച്ചിട്ട് ഹയാത്തായിട നിന്റെ പേരുടെ സന്ദർഭത്തിൽ നിന്റെ ഉമ്മ മോളെ ഇന്നും നീന് ഉമ്മക്ക് നമ്മളെ കൊടുത്തോണ്ടില്ലേ ഒന്നും നീന് പളക്കത്തിലും നിന്റെ കയ്യിലും നിന്റെ സ്വഭാവത്തിലും ഉമ്മക്ക് നീ നമ്പലാക്കിയോണ്ടില്ലേ ഉമ്മ കളിയല്ല മനുഷ്യ ഉമ്മ കളിയല്ല മോളെ ഒരു പെണ്ണക്ക് മംഗളായത്ത് 1.5 തിങ്കൾ 2 തിങ്കളാ 1 വർഷമാ 2 വർഷമായിട്ട് മാപ്പിളിട്ട് വിട്ട് ചിരിച്ച് കളിച്ചോണ്ടിക്കിടത്ര ഇടലതാ ഒരു നാളെ ഉത്രോൽക്കത്തിൽ പളക്ക പറയുമ്പോത്തേക്ക് ചിരിക്കുമ്പോത്തേക്കു കളിചാറി പോന്നള് തല തിരിഞ്ഞു പോന്നള് അവർ തപ്പിപ്പോയത് മൂന്നിട്ട് മുഖല്ല പൊട്ടിയത് മൂക്കല്ല പൊട്ടി മൂക്കല്ല പൊട്ടിയത് ചോര പറകു തുടങ്ങിയത് മാപ്പിളായവണ കാക്കായവണ ബാപ്പായവണ ഉദ്ദാക്കിട്ട് ഹോസ്പിറ്റലിൽ കൊമ്പോയർ ആയത്ര വേഗത്തില് ചോര വൽകിയോണ്ടുണ്ട് ആ ബാലക്കാർത്തി പെണ്ണയുടെ മുഖത്തിൽ നിന്നിട്ട് പൂന്ന അടിയില് അങ്ങനെ ഡോക്ടറിനെ ടെസ്റ്റ് ആക്കി നോക്കിയപ്പോ പെണ്ണക്ക് ഗുഡ് ന്യൂസ് ഉണ്ട് കറുപ്പുഞ്ചായിടല് ചെന്നിട്ട് ശുഭസന്ദേശം കൊടുത്തപ്പോ ആ നിന്റെ പെണ്ണുള്ളളല്ലേ നിന്റെ പെഞ്ഞയല്ലെങ്കിൽ നിന്റെ മോളുള്ളളല്ലേ അവളെ തല പൊട്ടിയത് മൂക്ക് പൊട്ടിയത് ചോര വന്നത് എല്ലാം മറന്നുപോയള് സെക്കൻഡ് ഉലകത്തിൽ അവൾ തുള്ളകു തുടങ്ങിയള് ചിരിക്കു തുടങ്ങിയള് സന്തോളത്തില് അവളെ ചോര അവൾക്ക് ഗുന്തേയില്ല നമ്മളവള് കണക്കിലെടുത്തിട്ടേ ഇല്ല ഞാൻ ഉമ്മാവുക്ക് പൊണ്ടത് നന്റെ ഗർഭകോശത്തിൽ ഒരു കിടാവ് വന്നോണ്ടുണ്ട് പിന്നെ അതിന് മേളായിട്ട് അവളെ സംരക്ഷണം എല്ലാം അവള് തിന്നുമ്പത്തേക്ക് ജാഗ്രത ആക്കിടല് മുന്നൊരു കിട്ടിയതെല്ലാം തിന്നോണ്ടിന്നവള് കറുപ്പും ചായൽ പിന്നെ എന്തും കിട്ടു തിന്നൊക്കെ തുടങ്ങില്ല മംഗില അതേപോലെ മംഗില അവിടെ കാണുമ്പോൾ ഓടി കളിച്ചോണ്ടിന്നവള് ബേത്രുൽക്കത്തിൽ ഒരു കിടാവ് ബൽക്കിട് കൊന്തായിൽ പിന്നെ ജാഗ്രത ആക്കിയാള് അത്രത്തോളം കഷ്ടബന്ധ ഉമ്മമാർ നിന്റെയും നന്റെയും ഉമ്മമാർ മനുഷ്യ ഉമ്മടറിന തീർത്ഥങ്ങും തീരാത്തത് മോനെ ഇന്നും ഒരു വിശേഷല്ലട്ടാ ഈ ദുനിയാവിൽ നിന്റെ യാറ പിരിസബൈക്കു തീരൊരു ബസ് തിന്നെങ്ക് ഈ ദുനിയാവിൽ നിന്റെ യാറ പിരിസബൈക്കു തീരൊരു ബസ് തിന്നെങ്ക് ഇത് നിന്റെ ഉമ്മല്ലാണ്ട് ഈ ദുനിയാവില് രണ്ടാമത്തൊരു ബസ് ഇല്ല മോനെ ചിലപ്പോ നിക്ക് യാറെ പിരിസ ഉള്ളത് നിന്റെ പെഞ്ഞയിലൊട്ടിക്ക് നിന്റെ പിഞ്ഞയ്ക്ക് യാറെ പിരിസ ഉള്ളത് മാപ്പിളായ നിന്റെ ഒട്ടിക്ക് സമമേ ആയങ്ക നിന്റെ ഒരു ഉമ്മ പിരിസ ബൈക്കിടത്ര പിരിസപാട് നിക്ക് 100 പെഞ്ഞയിടുള്ള സമയത്ത് കിട്ടല മനുഷ്യ ഉമ്മടെ പിരിസമേ വേറെ പെഞ്ഞയുടെ പിരിസമേ വേറെ ഉമ്മടെ പിരിസ എന്തിനുണ്ട് തെരിയണ നിന്റെ കാസ് നോക്കിട്ടല്ല ഉമ്മ പിരിസാക്കിയത് നിന്റെ അധികാരം നോക്കിട്ടല്ല ഉമ്മ പിരിസാക്കിയത് നിന്റെ രോഗമാരോഗ്യമാ നോക്കിട്ടല്ല നിന്റെ ഉമ്മ നിന്റെ പിരിസാക്കിയത് നിന്റെ വാഹനവും അതേപോലെ നിന്റെ ആഡംബര ജീവന കണ്ടിട്ടല്ല നിന്റെ ഉമ്മ നിന്റെ പിരിസാക്കിയത് നിന്റെ ഉമ്മ ഭാരി നുറോടി വേണ എത്ര പേര് നുറോടി തിന്നൊക്കെ തണ്ടാച്ചുള്ള വിശ്വാസത്തിലല്ല നിന്റെ ഉമ്മ നിന്റെ പിരിസാക്കിയത് നല്ല ഡ്രസ്സും ബംഗാറും കൊമ്പന്ന് തണ്ടാ ചെന്നിട്ടല്ല നിന്റെ ഉമ്മ നിന്റെ പിരിസാക്കിയത് മനുഷ്യ നിന്റെ പെഞ്ഞി നിന്റെ പിരിസാക്കണത് നിന്റെ കാശ് കണ്ടിട്ടായി
കണ്ടിട്ടായിട്ടിക്കോ, നിന്റെ ചന്ത കണ്ടിട്ടായിട്ടിക്കോ. നീ ചന്ത ഇന്നിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ നിന്റെ പെഞ്ഞ നിന്റെ മങ്ങിലാവുക ഒപ്പളാന്ത്. ഞാൻ പെഞ്ഞയുടെ പാപ്പ നിക്കവളെ നിക്ക് മങ്ങിലാക്കി തരളാന്ത്. നിന്റെ കാസില്ല നയിപ്പില്ലാണ്ട് കണ്ടിരുങ്ക് നിന്റെ കാക്കായവണോ നിന്റെ പെഞ്ഞയുടെ അബ്ബായവണോ അവളെ നിക്ക് മങ്ങിലാക്കി തരളാന്ത്. അക്കസ്മാത് നീ കൈക്കാളില്ലാത്തവനോണ്ട് കണ്ടിരങ്ക, നീ സീക്ക് പിടിച്ചവനോണ്ട് കണ്ടിരങ്ക. അപ്പിത്തപ്പിട്ടും ഒരു പെണ്ണടയും ഈ ദുനിയാവുള്ള ഒരു ബാപ്പന്മാർ മങ്ങിലാക്കി തരളാന്ത് മോണ്. നീ സീക്കിടവനോണ്ട് കണ്ടിരങ്ക. ഏതൊരു പെണ്ണും സീക്ക് പിടിച്ച മാപ്പിള നക്ക് വേണ്ട ചന്ദ്രവളവളാൾക്ക് പോവലാന്ത നിന്റെ അവള് ഒപ്പലാന്ത്. മനുഷ്യ പൊതുപളക്ക പരിയുടെ സന്ദർഭത്തിൽ ആരോ വന്ന് ചെന്നറ് അവണാറുണ്ട് കൊന്തുണ്ടാ നിങ്ങ പൊതുപളക്ക പറഞ്ഞ പെണ്ണ് ചെറുക്ക ഉള്ളല്ലേ. ആ ചെറുക്ക കള്ള് കുടിക്കിടവണോ അവന് ഗാഞ്ചത്തെ പിറകിടവൾ പോണ്ടവണോ ചെന്നെങ്ക ഈ ദുനിയാവള് ഒരു പെണ്ണും നിന്റെ ഒപ്പലാന്ത്, ഒരു പെണ്ണുടെ ബാപ്പും നിന്റെ ഒപ്പലാന്ത്. അവന് കടായിട്ട് നാറിയോണ്ടുള്ളവണ് ചെന്നെങ്ക ഒരു പെണ്ണും ഒരു പെണ്ണുടെ ബാപ്പും നിന്റെ ഒപ്പലാന്ത് മോട്. നീ കള്ള് കുടിക്കിടെങ്കും നിന്റെ ഉമ്മ ഒപ്പടോ, കൈകാളില്ലെങ്കും നിന്റെ ഉമ്മ ഒപ്പറോ, സീക്കില് പോന്നിട്ട് നിന്റെ ഉമ്മ നിന്റെ ഒപ്പടോ. നീ ഏത് വ്യഭിചാരിയുണ്ട് കണ്ടെങ്കിൽ നിന്റെ ഉമ്മ നിന്റെ ഒപ്പടോ. നീ നിസ്കരിക്കില്ല നോമ്പ് പിടിക്കില്ല എങ്കും നിന്റെ ഉമ്മ നിന്റെ ഒപ്പടോ. നിന്റെ പെഞ്ഞയ്ക്ക് ജണ്ടുപട്ട അടിച്ചെങ്കിൽ മൂന്നാമത്തെ നാളിടണ്ട് അവള് പോയിട്ട് തലാക്ക് കേക്കിടല്. നിന്റെ ഉമ്മയുടെ ചവിട്ടിയെങ്കും നിന്റെ ഉമ്മ ഒപ്പടോ. നിന്റെ ഉമ്മയുടെ ശാപ വീച്ചെങ്കും നിന്റെ ഉമ്മ ഒപ്പറു. നിന്റെ ഉമ്മയുടെ പറത്തിട്ടെങ്കും ചവിട്ടി പറത്താക്കെങ്കും നിന്റെ ഉമ്മ ഒപ്പറു. എന്ത് കേട്ട് കെട്ടെങ്കിൽ നിന്റെ ആരോഗ്യം നോക്കിയിട്ടല്ല നിന്റെ ഉമ്മ പിരസഭയിച്ചത്. നിന്റെ ഉമ്മ ആസ്തി അന്തസ് നോക്കിയിട്ടല്ല നിന്റെ ഉമ്മ നിന്റെ പിരസഭയിച്ചത്. മോള് നിന്റെ ഉമ്മ മരണവേദന അനുഭവിച്ച നമ്മളെ ഉമ്മക്ക് മറക്കില്ല. നിന്റെ കണ്ട വെറുതെ നനപ്പാവിട് കഷ്ടപ്പെടുന്നൊരു ജന്മ തന്നെ ബസ്ത് ചെന്നല്ലേ. ഈ ദുനിയാവള് ആറ് കൈവിട്ടും ഈ ദുനിയാവള് കൈവിടാത്ത ഒരു വസ്തുന്നെങ്കിൽ അത് നിക്ക് ജന്മത്തന്നെ ഉമ്മ മോണ്. പെഞ്ഞയുടെ മാപ്പിള കൈവിട്ടെങ്കും പെഞ്ഞൈ ഓടുന്നത് ഉമ്മടെ വീട്ടിക അല്ലേ. ഒരു പെഞ്ഞയുടെ മാപ്പിള അക്രമാക്കിയ ദുൽമാക്കിയ തലാക്ക് ചെന്ന പെണ്ണെവിടേക്ക് പോണു പോളൊക്കെ ഒഴുകു തരുവില്ല അവണ് ഉമ്മടെ വീട്ടിക്ക് പോണു. ഏതുമ്മ മുന്നുള്ളവർ പറഞ്ഞിട്ടും ദൂഷനാക്കിട്ടും വേണ്ടാതെ ചെന്നിട്ടും അടിച്ചിട്ടും കുത്തിട്ടും ഓതിക്ക് വേനായിട്ട് ഗളാട്ടാക്കിട്ട് ഉമ്മടെ വിട്ട് ഓടിയ മോളായിട്ടിക്കോ. മാപ്പിള വിട്ടാട്ട് കണ്ടെങ്കിൽ വേറെ അവൾക്ക് ഓപ്ഷൻ ഇല്ല. ഉമ്മടെ കാലട മുട്ട ബാബറാണ്ട് വേറെ തെരുവില്ല. ആ സന്ദർഭത്തിൽ ഉമ്മ ചെല്ലില്ല മോള് പറഞ്ഞു പോയവളല്ലേ, ചവിട്ടി പോയവളല്ലേ, നീ നന്റെ ഒത്തുക്ക് പറകു തീരാണ്ട് ചെന്ന് പോയവളല്ലേ. നന്റെ മുട്ട പറണ്ട മോളെ ചെന്നിട്ട് ഒരു ഉമ്മ നിന്റെ തോള ചെന്ന ചരിത്രയില്ല. എങ്ങനെ വന്നെങ്കും മക്കളെ ഉമ്മ പിരസഭയെ കാട്ടിക്കില്ല. അത് മനുഷ്യ ഉമ്മ മനസ്സ് ചെന്നെങ്കിൽ ഒരു ഉദാഹരണ ചെല്ലട്ടാ. കാലിക്കട്ട് പരിസര പ്രദേശത്തില് ഒരു ഹള്ളി പ്രദേശത്തിൽ ഒരു പെണ്ണിങ്ങ ഒരു കുടുംബയിന്ത്. ആ കുടുംബത്തുക്ക് ഒരു ആണ് കിടാവായിത്ത്. ആ ആണ് കിടാവ് നല്ല രൂപത്തിലാവുമ്മ ബൽത്തിത്ത് പഠിപ്പാട്ടിത്ത് സകല എഡ്യൂക്കേഷനും കൊടുത്തിട്ടോ. ആ ഉമ്മ അതേപോലെ മോണ്ടെ എഞ്ചിനീയർ ആക്കിയിട്ട് മങ്ങിലാക്കിയിട്ടും കൊടുത്തിട്ടോ. മങ്ങിലായാൽ പിന്നെ പെഞ്ഞയായവള് എഡ്യൂക്കേഷൻ ഇന്നവളു അവള് മാപ്പിള ചെന്ന ഇതല്ലേ എനിക്ക് ഇത്രയും കാസിന്ന ആളല്ലേ. ഗൾഫിൽ ചെമ്മവസായിട്ട് അധ്വാനിച്ച് ധാരാളം കാസുള്ള ആളല്ലേ. ഈ ഹള്ളിൽ ഒരു ബൈക്ക് സമേത ഉത്തര പിത്തൽക്ക് പോവാത്ത ഹള്ളിൽ മൂലിൽ തെച്ചിട്ട് എന്തിനാക്കിടലേ നിങ്ങ ഞങ്ങൾക്കൊന്ന് കാലിക്കട്ട് സിറ്റിയിലൊന്ന് ഫ്ലാറ്റ് എടുത്ത് തെച്ചിങ്ങന്റെ ഒരു അക കെട്ടി തെച്ചിങ്ങന്റെ മാപ്പിളക്കത്ത് സമാണ്ട് കൊന്തായത്ത് ഉമ്മടല് കേട്ടപ്പോ ഉമ്മ വേണ്ടാണ്ടും അപ്പ ചെന്നില്ല. മനസ്സിൽ ഉമ്മക്ക് ഇഷ്ടയില്ലെങ്കും ഇഷ്ടയില്ലാണ്ട് ചെല്ലില്ല. മക്കളെ ആസല്ലേ നടക്കട്ടെ പറ ചെന്നുമ്മ മൗനായിട്ട് തെച്ചത്. അങ്ങനെ ഫ്ലാറ്റ് എടുത്തിട്ട് പെഞ്ഞി മക്കളെ ജീവൻ അങ്ങനെ തുടങ്ങിയിട്ട് ഗൾഫിക്ക് പോയോണ്ടും വന്നോണ്ടുള്ള രണ്ട് പെണ്ണുമക്കായത്ത് അതാമ്പത്തെ ജീവനത്തില് നല്ല ഹൈ ലെവലിന്റെ പഠിപ്പും പഠിപ്പാട്ടിയ രണ്ട് പെണ്ണുമക്കോ. രണ്ട് പെണ്ണുമക്കും നല്ല രൂപത്തിൽ ഒരാൾക്കും എഞ്ചിനീയറും ഡോക്ടറും ചെന്നിട്ട് രണ്ട് പെണ്ണുമക്കളെയും മങ്ങിലാക്കിയിട്ട് കണ്ണൂരുടെയും കാലിക്കട്ടയും അവസ്ഥ എങ്ങനെയാണ്ട് കേട്ടെങ്കിൽ പെണ്ണുമക്കളെ മങ്ങിലാക്കിട്ട് പറ ബാൽപാട്ടതല്ല ബദലുക മങ്ങിലാക്കിട്ട് ചെറുക്കടൗത്തുക്ക് കൊമ്പന്റെ സമ്പ്രദായ ഞങ്ങളെ റായത്തില് പെണ്ണിടെ മങ്ങിലാക്കി ആനടൗത്തുക്ക് കൊടുക്കുന്നത് പോലെ കേരളത്തെ കാലിക്കട്ടയുടെയും കണ്ണൂറും പരിസര പ്രദേശത്തിൽ നിന്ന് സ്വഭാവ മങ്ങിലാക്കിട്ട് ചെറുക്കടെ പെണ്ണിനൗത്തുക്ക് എടുത്തോമ്പണ്ടത്. അങ്ങനെ രണ്ട് മറുമക്കളും രണ്ട് മക്കളും ഫ്ലാറ്റിലുള്ളത് നല്ല ജീവന സുന്ദരമായ ജീവന. ഈ മനുഷ്യ ഗൾഫിക്ക് പോയോണ്ട് നയിച്ചോണ്ട് കാസ് കൊമ്പന്നിട്ട് ചെലവാക്കിയോണ്ടുണ്ട്. കൊറിയ വർഷം കഴിഞ്ഞപ്പോ ഗൾഫിൽ നിന്ന് ഈ ബാപ്പായ മനുഷ്യ ഉള്ളല്ലേ
ആ മനുഷ്യ തിണ്ടതെല്ലാം ഒരേപോലെ പറുത്തു പോവുക തുടങ്ങിയിട്ട് കഞ്ഞി തിണ്ടെങ്കും ചോറ് തിണ്ടെങ്കും അതെങ്ങനെ മേപ്പോണ്ടോ ജീർണ ആവില്ല. ഇങ്ങനത്തെ പരിസ്ഥിതി എത്തിയപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ആക്കിയപ്പോ ഡോക്ടർ ചെന്ന് ആ മനുഷ്യക്ക് ക്യാൻസർ പിടിച്ചിട്ട് കരളിൽ ക്യാൻസർ പിടിച്ചത് അതുകൊണ്ട് റായത്തേക്ക് വേഗം പോവട്ടോ ചെന്നിട്ടോ അങ്ങനെ ഒത്തുക്ക് പോണാക്കിയുടെ മക്കള് ചെന്ന മക്കള് നിന്റെ പരിസ്ഥിതി ഇങ്ങനെ ആയിട്ടുണ്ട് മക്കള്. ഗൾഫൊന്നും അയ്യാക്കിടെ റായത്തേക്ക് വന്നോണ്ടുള്ളേണ്ട് ചെന്നപ്പോ സുബ്ഹാനല്ലാ പെഞ്ഞയും മക്കളും സന്തോളപ്പെടുന്നതിര ബദലുകഥ മനസ്സിലെന്തോ ഒരു ബേജാറ് തുടങ്ങിയത്. അല്ലാ ഈ സീക്ക് പിടിച്ച ബാപ്പ ഞങ്ങളെ ഊത്തിൽ വന്നിട്ട് ദച്ചങ്ങി എന്താ കെട്ടുനാദാ അങ്ങനല്ലേ ഇണ്ട് മക്ക യാറെ ബാപ്പടെ പിരിസഭയ്ക്കഴിയപ്പോ ആ ബാപ്പ നയിപ്പിന്നവണോണ്ട് കണ്ടെങ്കിൽ കാസിന്നവണോണ്ട് കണ്ടെങ്കിൽ മാത്രം ബാപ്പ വേണായത്. ബാപ്പക്ക് നയിക്കുക തീരാണ്ട് കിടത്തത്തിൽ മൂലക്ക് പൂളുടെ സന്ദർഭത്തിൽ മക്കൾക്ക് ബാപ്പടെ വേണ്ട, മക്കൾക്ക് ഉമ്മടെ വേണ്ട. ഔത്തിൽ എന്നും സറാക്കുക തീരാത്ത പാൻറ് കൽകി തറകു തീരാത്തെ, അതേപോലെ ഡ്രസ് കൽകുക തീരാത്തെ, അതേ രൂപത്തിൽ ചോറ് കറിയാക്കുക തീരാത്തെ, നില തോത്തുക തീരാത്ത ഉമ്മ എന്തുക ഈ രൂപത്തിലുള്ള യൗവന ചിന്തനാക്കിക്കൊണ്ടുള്ളത്. അതേ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിൽ ബേജാറായത് ബാപ്പടെ പറണ്ടാണ്ട് ചൊല്ലുക അവിടെ ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി തന്നത് ബാപ്പയല്ലേ. ബാപ്പ അങ്ങനെ ബന്ത് ഔത്തിലൊരു നെമ്മതിയില്ല. ബാപ്പ അൽഹംദുലില്ലാ മരിക്കുന്ന ടൈമിലെങ്കും ഔത്തിൽ ബന്ധത്തല്ലേ ഹിദ്മത്തുകളുടെ ഭാഗ്യം കിട്ടിത്തല്ലേ മക്ക പേരിച്ചില്ല. ബദൽക്ക് മനസ്സിലുള്ളത്തിൽ എന്തോ ഒരു ബേജാറ് ദുഃഖ പറകു തുടങ്ങിയിട്ട് ആ കുടുംബത്തുക അന്തും ഇന്തും ഔത്തുക ബന്ത് ടെസ്റ്റ് ആക്കുക തുടങ്ങിയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ മീസയും താടിയും മുടിയും റോമും കനട് പിരിയ സമേത താളുക തുടങ്ങിയിട്ട് ഇഞ്ചക്ഷന്റെ പവറിൽ അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ ഡോക്ടർ ചൊല്ലുക തുടങ്ങിയ ഫൈനൽ സ്റ്റേജിലുണ്ട് ഈ രോഗ. ഇന്ന് ട്രീറ്റ്മെന്റ് ആക്കിയിട്ട് കാര്യമേ ഇല്ല. ഭയത്ര ഉൾഗത്തിൽ വന്ന് സീക്കായിട്ട് അത് പൂർണ്ണമായിട്ടും സ്പ്രെഡായി പോയിട്, കരളതിൽ ചീഞ്ഞു പോയിട്, കിഡ്നികത് പത്തിറ്, ലിവർഗും പത്തിറ്, ചോരളത് പത്തിറ്, ഹാർട്ട് പത്തൊക്കെ പ്രയത്നം ആക്കിക്കൊണ്ടുണ്ടോ ഈ രൂപത്തിൽ ഇന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഇല്ല ചെന്നൊരു ചിലരുടെ പരിസ്ഥിതി ബന്ധ. സുബ്ഹാനല്ലാ ഈ ബാപ്പായോണ് കിടത്തത്തിൽ പൂളകു തുടങ്ങിയ ബേജാറുടെ മേളിൽ ബേജാറൊരു ഭാഗത്തില് കാസിന്നിട്ട് എന്ത് കാര്യമാണ്. ആ മനുഷ്യക്ക് കാസ് രക്ഷപ്പെടുത്തുക തീരില്ല, ബിൽഡിംഗ് രക്ഷപ്പെടുത്തുക തീരിട്ടില്ല. ആ മനുഷ്യരുടെ മക്കൾക്ക് അതേപോലെ പിരിസഭയ്ക്കും തീരില്ല, മക്കളെ പിരിസത്തെ കരകതാക്കും ആ മനുഷ്യക്ക് തീരില്ല. എല്ലാ മോത്തിലും ആ ബാപ്പായോണ്ട് ഫൈലായോണ്ടുള്ള ദൈനംദിന ഫൈലായോണ്ടുള്ള ദുഃഖല്ലാണ്ട് മനസ്സിൽ സന്തോളത്തെ വിഷയില്ലേ ഇല്ല. സ്വന്തം പെഞ്ഞി സമേത ശാപ ബേക്കുക തുടങ്ങിയത് ഒന്നു വിവർക്കുക തുടങ്ങിയത് തണ്ണി പേനോണ്ട് ചെന്നപ്പോ സെക്കൻഡ് ഉൾഗത്തിൽ തണ്ണി കൊടുത്തോണ്ട് ഇന്നവളോ ഗണ്ടകൾ ഞങ്ങും തണ്ണി വണ്ടില്ല ഈ പാട്ടിടി ചെന്നിട്ട് ഗണ്ടകട്ടല കളിയണോളൊന്ന് പറഞ്ഞെങ്കോർന്ന് ഓർഡർ ആക്കി വിടുന്നവള് പറഞ്ഞോണ്ട് കണ്ടെങ്ക് ഒന്ന് തിണ്ണുക താണ്ട് ചെന്നെങ്ക് അത് എത്തോണ്ട് കണ്ടെ ഗണ്ടകട്ടല കളി നിങ്ങത്തെ അവസ്ഥക്ക് എത്തിയിട്ട് ഉത്തരവസ്ഥ. സുബ്ഹാനല്ലാ മക്കളും മറുമക്കളും തീർമാനാക്കട യന്ത്രാക്കട ഇതിര് കൊമ്പോയിട്ട് എറിയും പോലെ ഇല്ലല്ലേ. ആശ്രമത്തിൽ ആരും സ്വീകരിക്കുക തയ്യാറല്ലല്ലേ. ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ കൊമ്പൊന്നൊരു കാര്യമില്ലാണ്ട് ചെന്നോണ്ടുള്ളത്. ഈ പാട്ടെങ്ങനെ ഈ ഗലീജി നാറിടത് കുറെ നാള് കഴിഞ്ഞപ്പോ അല്ലാ എറടക്ക പോണ്ടതും നിണ്ടത്ത് അതും ബന്ധായത്ത് ലാസ്റ്റ് ബെറലിട്ടിട്ട് എടുക്കട പോലോത്തെ ഗലീജിനെ ബെറലിട്ടിട്ട് എടുക്കട പോലോത്തെ പരിസ്ഥിതി ബന്ധ ആ മനുഷ്യടത്. പിന്നെയും നാള് കഴിഞ്ഞപ്പോ മക്ക ആലോചനാക്കിയത് അല്ലാ എന്താക്കട്ടെ ഇതിര് സ്വർത്തുകുറു പെണ്ണിടെ മാനിടെ മാ ബിച്ചെങ്കന്റെ അങ്ങുജ ബേറമേ ജാഗയാക്കണ്ട്. ഇത്രയും ചന്തത്തെ ഔത്തിലും നാറുടെ ആളും മാറുക ഈ നാരുടെ ബാപ്പക്ക് റൂം എങ്ങനെ കൊടുക്കണത് ഞങ്ങൾക്കൂടെ ദയിക്കണ്ടേ. ഇങ്ങനെയായി തങ്ങളുടെ ചർച്ച എന്തുമാക്കട്ടെ കൊല്ലണ ബാക്കി വയ്ക്കണ പറത്തിടണ ഉൾകത്തിടണ ഇതിരെ വിട്ടിടും നങ്ങ പോണ അല്ലെങ്കിൽ ഇതിരെ എവിടെയെങ്കിലും കടത്തണ എന്തും ഒരു ഐഡിയ കിട്ടില്ല. വിസയതോ വയസ്സായിട്ട് കിടത്തത്തിലായിട്ട് ഹള്ളി പ്രദേശത്തിൽ ഗ്രാമീണ പ്രദേശത്തിൽ ചൊമ്മ വർഷത്തുക്ക് മുന്നുള്ള ഈ മോണ് ഉമ്മയുടെ വിട്ടു വന്നിട്ടില്ലേ. അതേ ഉമ്മ ഇവിടെ കിടത്തത്തിലായിട്ടുണ്ട്. ആരോ പോയിട്ട് ചെന്നത് ഉമ്മ നിങ്ങളെ മോന്റെ പരിസ്ഥിതി ഇങ്ങനെ ആയിട്ടുണ്ട് ഉമ്മ. ഗൾഫല്ല മയ്യാക്കിട്ട് റായത്തിൽ ഇപ്പൊ മരിക്കുക കിടന്നോണ്ടുണ്ട്. സീക്ക് പിടിച്ചിട്ട് ആളില്ലാത്ത പരിസ്ഥിതി വന്നൊരു ഉമ്മ. ഉമ്മ ആരതോ
കിടന്ന ഉടമല്ലേ ഫോണ് കേക്കിടുകാരതോ കേട്ട് മോണുകൊന്ന് ഫോണൊന്നാക്കി തെറു ചെന്നിട്ടോ ഫോണൊന്ന് ഡയലാക്കി കൊടുത്തപ്പോ മോണ്ടല് ഉമ്മ ചെല്ലിടും മോളെ നിന്റെ പെഞ്ഞയി നിന്റെ നോക്കില്ലെങ്കിൽ നിന്റെ മക്കവും നിന്റെ മറുമക്കവും നിന്റെ നോക്കില്ലെങ്കിൽ ബാമോണെ നാണ് ഇന്നും മരിച്ചിട്ടില്ല നാണ് കിടന്നിട്ടുള്ള കട്ടിലിടെ മുട്ടത്തിൽ നീണും ഒരു കട്ടിൽ വെച്ചിട്ട് കിടക്കലാമോണെ നിന്റെ ഗലീജെല്ലാം നാക്കി എടുക്കുക ആവിടുമോണെ നിന്റെ കൽകുകും നിന്റെ മേളൊന്ന് തോത്തിരി നിന്റെ ബായിക്ക് കഞ്ഞി വീത്തകു നാണുള്ള മോണെ നിന്റെ കട്ടിലിടെ ഒട്ടിക നീണും ഒന്ന് കട്ടിൽ വെച്ച് കിടക്കലാമോണെ ഉമ്മ ഫോണാക്കിട്ട് മോണ്ടൽ ചെല്ലുണ്ട് കണ്ടെങ്കിൽ മനുഷ്യ ഉമ്മ മനസ്സ് നോക്കുള്ള മനുഷ്യ ഒരു പെഞ്ഞേക്ക് ഉമ്മ പിരിസ വെച്ചതുപോലെ ദുനിയാവള് ഒരു പെഞ്ഞേക്ക് മാപ്പിളയുടെ പിരിസ വെക്കുക സാധ്യമേ ഇല്ല ഒരു മാപ്പിളക്കും അതേപോലെ പെഞ്ഞയുടെ ആ രൂപത്തിൽ പിരിസ വെക്കുക സാധ്യയില്ല കാളില്ലാത്ത പെഞ്ഞ എനിക്ക് വേണ കൈയില്ലാത്ത പെഞ്ഞ എനിക്ക് വേണ കണ്ണ് കാണാത്ത പെഞ്ഞ എനിക്ക് വേണ സീക്ക് പിടിച്ചിട്ട് മൂലക്ക് പോകുന്ന പെഞ്ഞ എനിക്ക് വേണ വേണ്ടല്ലേ അയങ്കാ ഉമ്മക്ക് നീണ് വേണോ നീണ് മരിക്കട ലാഷ്ടത്തോള് നീണ് വേണോ നിന്റെ മയ്യത്തും സമയത്ത് ഉമ്മക്ക് വേണോ അത് ഉമ്മ മനസ്സ് ചെന്നെങ്കിൽ ഇതെല്ലാം ആളച്ചനാക്ക് മനുഷ്യ ജീവന കലിയല്ല ജീവനത്തിൽ പ്രധാന പാത്രധാരി നിനക്ക് ജന്മ തന്ന നിന്റെ ഉമ്മ പെഞ്ഞൈ വന്നപ്പോ ഉമ്മടെ മറക്കണ്ടലാ മോളെ മാപ്പിള വന്നപ്പോ ഉമ്മടെ മറക്കണ്ടടി മോളെ മക്കായപ്പോ ഉമ്മടെ മറക്കണ്ടലാ മനുഷ്യ ആസ്തി അന്തസ്സും അധികാരായപ്പോ ആരോഗ്യ വന്നപ്പോ ദേഹപുഷ്ടി വന്നപ്പോ നിന്റെ ഉമ്മടെ നീ മറക്കണ്ട മനുഷ്യ ഇണ്ട് കണ്ടല്ലേ സുബ്ഹാനല്ലാഹ് പൂനേളും പൂണാറും പൊണിഞ്ഞുവർ സാവുക പുരുഷത്തില്ല ആണ് പെണ്ണിടെ നോക്കുക തുടങ്ങിയത് പെണ്ണ് ആടിടെ നടക്കുക തുടങ്ങിയത് അതിൽ പിന്നെ ജാതിയും ധർമ്മവും അഡ്ഡപണ്ടില്ല ഏതോ ധർമ്മത്തവണോ ഒരു കയ്യിലൊരു മൊബൈലും പിടിച്ചിട്ട് ജണ്ടുപട്ട എതിരിൽ ചിരിച്ചോണ്ട് പളക്ക പറഞ്ഞോണ്ട് മൊബൈലിൽ പളക്ക പറഞ്ഞോണ്ട് ചിരിച്ചോണ്ട് ഒരു ബൈക്കിൽ പാസ്സായെങ്ങുമ്മയി പെണ്ണിടെ വക്രദൃഷ്ടികത് പൂലോട് കൂടെ ചിരിയുമായിട്ട് കളിയുമായിട്ട് മെസ്സേജ് ആയിട്ട് ചാറ്റിംഗ് ആയിട്ട് മീറ്റിംഗ് ആയിട്ട് ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് പരസ്പരം മുട്ടാവുക തുടങ്ങിയത് 4-5 തിങ്കൾ കഴിഞ്ഞപ്പോ പെണ്ണ് ആണരുടെ തെക്കക്ക് പോന്നു പോയാ പിന്നെ അവളെ തേടണോണ്ട് കണ്ടെങ്കിൽ ഏതോ ആനയുടെ തൊക്കുള്ളടിയിലുള്ള ഏതോ പാർക്കുകള് ബീച്ചില് അമ്യൂസ്മെന്റ് പാർക്കുകള് ഇങ്ങനത്തെ പരിസ്ഥിതി വന്ന് ലാസ്റ്റ് കോർട്ടിൽ എത്തിയത് ഓർഡർ പരിസ്ഥിതി എത്തപ്പോ കേസായിട്ട് ഗുളുമാളായിട്ട് കേസ് എത്തിയപ്പോ തഹസിൽദാറിന്റെ മുട്ട അതല്ലാണ്ട് കണ്ടെങ്കിൽ അവിടെ ഇന്ന് ന്യായാധീശയുടെ മുട്ട ജഡ്ജിയുടെ മുട്ട ചെന്നറ് മിക്കവണുമായി ചെന്നിട്ട് തഹസിൽദാറോട് പെണ്ണിടൽ കേട്ടാ 18 വർഷം ബൽത്തിയ നിന്റെ ഉമ്മതാ നിന്റെ എതിർലുണ്ട് പുൽപ്പിട്ടോണ്ട് മോളെ പോകണ്ട മോളെ പോകണ്ട മോളെ പാപ്പ പുൽപ്പിട്ടോണ്ടുണ്ട് പോകണ്ട മോളെ തഹസിൽദാർ കേക്കിട നിക്കാറ് വേണായത് 18 വർഷം ജന്മ തന്നെ നിന്റെ ഉമ്മ വേണാതല്ല 7-8 തിങ്ങൾക്ക് മുന്നിൽ പരിചയമായി നാണം കെട്ട നായി വേണാണ്ട് കേട്ടപ്പോ അവള് സെലക്ട് ആക്കണതാ ഏതോ ഒരു പരിചയമില്ലാത്ത മുഞ്ഞാണ്ട് തൊറ പിറാന്തടയല്ലേ അങ്ങനത്തെ എത്ര പെണ്ണുമക്കൾ ഒരു സുബ്ഹാനല്ലാഹ് കണ്ടവന്റെ പിറകില് പോയിട്ട് ലാസ്റ്റ് കൊന്നിട്ട് ഏതോ റെയിൽവേ ട്രാക്കിൽ എറിഞ്ഞ ചരിത്രത്തിൽ വേണോ നിക്ക് ഏതോ തണ്ണിക്ക് വലിച്ചെറിഞ്ഞ ചരിത്രത്തിൽ വേണോ നിക്ക് ഇണ്ട മുങ്ങിൽ യൂസ് ആൻഡ് ത്രോ ആക്കണത് പോലെ ഉപയോഗാക്കിടിയരുടെ ഗ്ലാസ് പോലെ ആക്കടറിണ്ട് പെണ്ണു മക്കൾ എത്രമോ ആളുമാർ കുടുങ്ങി പോണ്ടടി മോള് ആരതോ മിസ് കോളുടെ പിറകള് ആരതോ ചിരിടിയും പളക്കത്തെയും പിറകള് നിന്റെ ഉപയോഗാക്കള് ദുരുപയോഗത്തിന് മാത്രല്ലാണ്ട് നിന്റെ നിക്കവണു ജന്മത്തന തറകു സാധ്യമേ ഇല്ല ദീർഘമുണ്ടങ്ങനെ ചരിത്രം ചൊല്ലുകോ ഇണ്ട് സ്വാഭാവികമായിട്ട് ഉമ്മയും ബാപ്പയും പളക്ക പറഞ്ഞ് ചെറുക്ക വേണ്ട പെണ്ണുക ഉമ്മ ബാപ്പ പളക്ക പറഞ്ഞു വെച്ച പെണ്ണ് വേണ്ട മക്കോ എന്തൊക്കെ ഉമ്മകെന്തും തെരിയല ഉമ്മ വെദ്ദി ബാപ്പെന്തും തെരിയല ബാബ വെദ്ദ ഞങ്ങൾക്ക് പെണ്ണ് നോക്കുക പണ്ടില്ല ചെറുക്ക നോക്കുക പണ്ടില്ല ഞാൻ ഫസ്റ്റ് കേസ് എന്നല്ല ഈ ദുനിയാവിള് നിന്റെ സോളക്ക് പൊടാത്തൊരു ബസ്തിന്നെങ്കിൽ നിന്റെ ഉമ്മ മാത്ര ഈ ദുനിയാവിള് നിന്റെ കഷ്ടത്തെ അതേപോലെ നിന്റെ നഷ്ടത്തെ ആസ്വദിക്കാത്തൊരു ബസ്തിന്നെങ്കിൽ നിന്റെ ഉമ്മ മാത്ര പെഞ്ഞൈ ചിലപ്പോ സ്വന്തം മാപ്പിളുടെ കൊള്ളുടെ അടുത്തോളം പരിസ്ഥിതി ഉണ്ട് സ്വന്തം മാപ്പിള പെഞ്ഞയുടെ സമയത്ത് കൊള്ളുടെ പരിസ്ഥിതി ഉണ്ടെന്നങ്ങണ്ട് കണ്ടുകൊണ്ടുള്ളതല്ല സോഷ്യൽ മീഡിയകള് മാത്രല്ല മനുഷ്യ തെല്ല തകരാറ് വന്നെങ്ക മാപ്പിളായുണ് തെല്ല ജോറായെങ്ക പെഞ്ഞി സ്വന്ത പറയുകയും എന്തെല്ലാം ദൂഷനാക്കുകയും ചാടി ഫസാദാക്കുകയും ഫിത്നയാക്കുകയും വേണ്ടാത്ത ചെള്ളുകും പക തീർക്കുകയും അവന്റെ നഷ്ടാവുക കാക്കിടങ്ങയില്ലേ സ്വന്തം പെഞ്ഞി സമയത്ത് മണ്ണ് തിണ്ട് ഭോജന മാപ്പിളുടെ പറയിടവണ
പറയിടവണില്ലേ സ്വന്തം മാപ്പിള സമയത്ത് പെഞ്ഞയുടെ ചത്തുപോ മണ്ണ് തിണ്ടുപോ ഹലാക്കായി പോ ചന്ദ്ര പറയിടവണില്ലേ ഈ ദുനിയാവള് ഉമ്മടെ ബായില് മക്കളെ വിസയത്തിനങ്ങത്ര പളക്ക പണ്ടില്ല ഈ ദുനിയാവള് ആർക്ക് വേണ്ടെങ്കിൽ ഉമ്മക്ക് വേണു മനുഷ്യ 18 വർഷം 20 വർഷത്തോളം ബൽത്യ നിന്റെ ഉമ്മ നിന്റെ സോളക് ബുടലടീരി മുവിടല നിന്റെ ഉമ്മ പളക്ക പറഞ്ഞ ഒരു ചെറുക്കനിക്ക് അല്ലാഹു തആല കണക്കാക്കിട്ടിന്നെങ്കിൽ ആ ചെറുക്കനിക്ക് അല്ലാഹു സ്വർഗ്ഗത്തെ നിധിയായിട്ടിക്കു തണ്ടര് എന്ത് കാണില് ഓപ്പൺ ചെല്ലട്ട ലവ് മാരേജിന്റെ അവസ്ഥ ദുനിയാവുള്ള 99% ലവ് മാരേജ് പൊളിഞ്ഞിട്ട് ഹലാക്കായ ചരിത്രം അല്ലാണ്ട് ചന്തത്തിൽ മുന്നിൽ പോയത് അഭിമാപരൂപത്തിലേ ഉള്ളത് എന്തുകൊണ്ട് ചെന്നെങ്കിൽ അതൊരു ശാപ മനുഷ്യ ഉമ്മ ബാപ്പ പൊതുപളക്ക പറഞ്ഞിട്ട് മങ്ങിലായത് ഉമ്മ ബാപ്പ പൊതുപളക്ക പറഞ്ഞിട്ട് മങ്ങിലായത് അത് ഉമ്മയുടെയും ബാപ്പയുടെയും ആശീർവാദം ഉണ്ടാവുള്ളൂ അത് നഷ്ടത്തിലാവില്ല അത് കഷ്ടത്തിലാവില്ല അത് ദുഃഖത്തിലാവില്ല മനുഷ്യ അത് അല്ലാണ്ട് പരസ്പര പെണ്ണും ആണും നോക്കിയിട്ട് പരിചയപ്പെട്ടിട്ട് വറുസഘട്ടല മൊബൈലും ചാറ്റിങ്ങും മീറ്റിങ്ങും ആക്കിയിട്ട് മങ്ങിലായതാ അല്ലാഹുടെ ശാപം ഉണ്ടുള്ള അതൊക്കെ അല്ലാഹുടെ ശാപം ഉണ്ടുടി അതൊക്കെ ഒന്നാമത് ഉമ്മ ബാപ്പയുടെ പൊറുത്തയില്ല ഉമ്മ ബാപ്പയുടെ പൊറുത്തയില്ലേ അല്ലാഹുടെ പൊറുത്തയില്ല അല്ല പൊരുത്തപ്പെടണെങ്ക ഉമ്മ പൊരുത്തപ്പെടാണ്ട് അല്ലാഹു പൊരുത്തപ്പെടില്ല രണ്ടാമത് ഹറാമ് പളക്ക പറഞ്ഞത് ഹറാമ് കേട്ടത് ഹറാമ് കണ്ടത് ഹറാമ് നോക്കിയിട്ടല്ലേ മങ്ങിലായത് അതേപോലെ ചൊമ്മ കാരണത്തില് ഈ പരസ്പര പ്രേമ വിവാഹ സെക്സസ് ആയ ചരിത്രം കണ്ടില്ല ഏതും അവിടെ ദീർഘ ചെല്ലില്ല മനുഷ്യര് നിന്റെ ഉമ്മടെ പറയുമ്പത്തുകോ നിന്റെ ഉമ്മടെ ചെറുതാക്കുമ്പത്തുകോ ഉമ്മ പളക്ക പറഞ്ഞത് എന്തെങ്കിലും ഇൻസൾട്ട് അവിടെ രൂപത്തിലുണ്ട് കണ്ടെങ്കിൽ ബേജാറാക്കുകില്ലളാ മോണ് കൊറിയാണ് മക്കോ കൊറിയ പാലക്കാർത്തി പെണ്ണു മക്കോ ഉമ്മ പളക്ക പറയേണ്ടത് ഏസികയാവിടൂ ആളുമാർ ഒത്തുക്ക് ഫ്രണ്ട്സുമാർ ബന്നെങ്കിൽ ക്ലാസ്മേറ്റ് ബന്നെങ്കിൽ ഉമ്മൊന്ന് പളക്ക പറഞ്ഞിട്ടില്ലെങ്കിൽ മയ്യാവാന്ത് എന്തെങ്കിലും ഉമ്മ പളക്ക പറഞ്ഞത് എന്തെങ്കിലും പെദ്ദുത്തനായിട്ടിക്കോ ഉമ്മക്ക് എന്തും ബണ്ടില്ല ഉമ്മക്ക് ഫേസ്ബുക്ക് ബണ്ടില്ല വാട്സപ്പ് ബണ്ടില്ല ഉമ്മക്ക് മൊബൈൽ ബണ്ടില്ല ചാറ്റിംഗ് ബണ്ടില്ല ഉമ്മക്ക് ഇംഗ്ലീഷ് ബണ്ടില്ല ദുനിയാവുടെ വിഷയം ഉമ്മക്ക് കൊന്തില്ല അതേപോലെ ചങ്ങായിമാരെ ഫ്രണ്ട് സർക്കിളുടെ വിഷയം ഉമ്മക്കെന്തും മാഹിത്തില്ല ആ ഉമ്മ പളക്ക പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഇസ്സത്ത് പോണ്ടത് മനുഷ്യ നീണ്ട പളക്ക പറയരുത് ഉമ്മടെ ആ ചോര കുടിച്ചിട്ടല്ലേ ഉമ്മടെ മുലപ്പാട് കുടിച്ചിട്ടല്ലേ നീ സകലமான പഠിപ്പും പഠിച്ചത് ബാപ്പ കഷ്ടപ്പെന്നത് ഉണ്ടാക്കി കൊമ്പന്നതല്ലേ ഇങ്ങനെ 1000 ഉണ്ട് മനുഷ്യരെ ചെല്ലരുത് ഉമ്മടെ വെട്ടിക കളിച്ചങ്ക നിന്റെ സനവസാനത്തെ കളി മനുഷ്യ ബാപ്പയുടെ വെട്ടിക കളിക്കട കളിയാ നിന്റെ അവസാനത്തെ കളിമോണ് ആ കളി ദുനിയാവിൽ നീ അനുഭവിക്കാണ്ട് മരിക്കുക ചാൻസേ ഇല്ല വേറെ ഏത് പാപ്പത്തെയും പടച്ചതമ്പുരാന് പൊറുക്കും ഉമ്മടെ ശാപയിക്കട കാലത്തോളം അല്ലാഹു നിന്റെ ഏത് പാപ്പത്തെയും പൊറുക്കില്ല മനുഷ്യ അതുകൊണ്ട് കളിക്കണ്ട ഉമ്മടെ വെട്ടിക നീ പഷ്ടക പൊറുത്ത കേൾക്കുക മനസ്സിൽ നിന്റെ ഉമ്മടെ കാല് പിടിച്ചിട്ട് നിന്റെ ബാപ്പയുടെ കാല് പിടിച്ചിട്ട് പൊറുത്ത കേൾക്കാണ്ട് ഈ ദുനിയാവിൽ നീ അഭിവൃദ്ധിയാവുക സാധ്യയില്ല ഏതും ആവട്ടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നങ്ക പഠിപ്പാട്ട് റഹിമ അൻഫുഹു റഹിമ അൻഫുഹു റഹിമ അൻഫുഹു അവൻ മണ്ണ് തിണ്ട് പോവട്ട് അല്ലാഹുവിന്റെ റസൂൽ ശാപബീക്കട് അവന് മണ്ണ് തിണ്ട് പോവട്ട് അവന് മണ്ണ് തിണ്ട് പോവട്ടു അവന് മണ്ണ് തിണ്ട് പോവട്ടു സ്വഹാബത്തെ കേൾക്കടത്തിലും മയ്യാ റസൂലല്ലാഹ് ആർക്ക് നബിയെ നിങ്ങൾ മണ്ണ് തിണ്ട് പോവട്ടു ചന്ദ്ര ശാപബീക്കടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് മന്നദറക വാലിദൈഹി ഇൻദൽ കിബരി വയസായ ഉമ്മമാ ബാപ്പമാ ഒരാൾക്ക് ഇന്നിട്ടും വയസായ ഉമ്മമാ ബാപ്പമാ ഒരാൾക്ക് ഇന്നിട്ട് സുമ്മലം യദ്ഖുൽ ജന്ന പിന്നെ അവന് സ്വർഗത്തുക ഉമ്മ ബാപ്പ എന്നിട്ടും സ്വർഗത്തുക്ക് പോണ്ടില്ലേ അവന് മണ്ണ് തിണ്ട് പോവട്ടെ അതിനർത്ഥം എന്തിനുണ്ട് തിരിയണ ഉമ്മ ബാപ്പ ആയിട്ട് നിന്റെ സ്വർഗത്തുക്ക് കിടത്തുന്നത് ഞങ്ങളെ കാലടടിലായിട്ട് നിന്റെ സ്വർഗമുള്ളത് നോമ്പുലും ഹജ്ജിലും സകാത്തിലും അല്ല മോനെ നിന്റെ സ്വർഗമുള്ളത് നിന്റെ സ്വർഗത്തെ താക്കോള് ഉമ്മടെ കയ്യില് മനുഷ്യ ആ ഉമ്മടെ പൊറുത്തില്ലാണ്ട് നിസ്കരിച്ചിട്ടാ നോമ്പുടിച്ചിട്ടാ ഹജ്ജിക്ക് പോയിട്ടാ ഹജറുൽ അസ്വദ് മുത്തിട്ടാ സ്വർഗത്തേക്ക് പോകും ചാൻസേ ഇല്ല സ്വർഗത്തേക്ക് പോണെങ്കിൽ ഉമ്മടെ പാദ സേവയാക്കിൽ പിന്നെ സ്വർഗത്തേക്ക് പോയിൽ പിന്നെ നിന്റെ ഹജ്ജിക്കും ദിക്റുക്കും സലാത്തുക്കും ഖുർആനുക്കും എല്ലാത്തുക്കും പ്രതിഫല കിട്ടത് ദീർഘശല്ലില്ല പലക്കത്തേക്ക് വിരാമാക്കട്ട മനുഷ്യര് ആ ഉമ്മടെ പാദ സേവയാക്കിട്ട് സ്വർഗ കരകത്താക്കുക പ്രയത്നാക്കുന്നേണ് മോന്തിയാവടെ സന്ദർഭത്തിൽ നിന്റെ ഉമ്മ നിന്റെ കാട്ടു കാത്തുറകു തീരാ നിന്റെ ഉമ്മ ചോറ് വിളമ്പി
ബീച്ചിട്ട് നിന്റെ ഉമ്മ നിന്റെ കാക്കു കുതീറ ഉമ്മ വറങ്ങട കാണുന്നോളൂ ഉമ്മ നിന്റെ കാക്കട കാണുന്നോളൂ മോനോടൊക്കെ പോയിട്ടിക്ക് വാച്ചെന്നൊരു പേരിക്കട കാണുന്നോളൂ നാണെന്ന് ഔതുകെത്തിര ചെന്നിട്ട് ആ ഒരു മനോഭാവം ഉണ്ടാക്കും മനുഷ്യ. നിന്റെ ഉമ്മ റോഡ് സൈഡിൽ തേക്കുന്നത് ഉമ്മക്ക് ഇഷ്ടമില്ല, ഗാഞ്ചത്തെ പിറകിൽ പോണ്ടത് ഉമ്മക്ക് ഇഷ്ടമില്ല, അലമാരുടെ പോലെ ചുറ്റി നടക്കുന്നത് ഉമ്മക്ക് ഇഷ്ടമില്ല. പെണ്ണ് അനഗത്യായിട്ട് ഇന്ന ഷോപ്പിംഗ് മാർക്കറ്റും ആളുകളും പോയിട്ട് ചുറ്റി നടക്കുന്നത് ഉമ്മക്ക് ഇഷ്ടമില്ല. ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത സൊറ കണ്ടടി പെണ്ണ്. ബാലക്കാറാ നിന്റെ റായത്തെ പള്ളി നീ അഭിവൃദ്ധി ആക്കണായത്, നിന്റെ മയ്യത്തിന് നിസ്കരിക്കട ജാഗ്യളാം ഓണയാത്, നിക്ക് മരിച്ച പൊതുവാരക്കട ജാഗ്യ മോണയാത്, നിന്റെ സ്വർഗ കണക്കാക്കട ജാഗയത്, നിന്റെ സ്വർഗത്തുക്ക് കൊണ്ട് തെറുപടിപ്പാട്ട ജാഗയത്. അതുകൊണ്ട് നിന്റെ പള്ളിയുടെ ബന്ധം നിന്റെ വീട്ടിക്ക് നിന്റെ കൽബ് കൊണ്ട് പള്ളിയുടെ പിരിസബേക്കും ഇന്ന പ്രയത്നാക്ക്. പള്ളിയുടെ നീ ഏതെല്ലാം ഹിദ്മത്തെടുക്കുക അവിടെ എന്തെല്ലാം അതൊക്കെ വേണം അതെല്ലാം നീ പൂർണ്ണ സഹകാര കൊടുത്തിട്ടു. നിന്റെ റായത്തെ മദ്രസത്തുക്ക് വേണയുടെ പൂർണ്ണ പെമ്പള കൊടുത്തിട്ടു. ഹിരിയ നേതാക്കന്മാർക്ക് സമ്പൂർണ്ണ സഹകാര കൊടുത്തിട്ടു. റായത്തെ അഭിവൃദ്ധിക്ക് നീ കാരണക്കാരാവും മനുഷ്യ. ഇപ്പൊ ചെറിയൊരു ബാലക്കാർക്ക് ചെറിയ രൂപത്തിൽ നല്ല രൂപത്തിൽ ഈ റായത്തെ ആളുമാർ നിങ്ങളെല്ലാവരും ചേരിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഒരു ഗൗരവ കൊടുത്തത് നിങ്ങ ഈ റായത്ത് ഒരു ചെറിയൊരു ബാലക്കാര കോടീശ്വരായ കാരണത്തിലല്ല മനുഷ്യക്ക് നിങ്ങൾ ഗൗരവ കൊടുത്തത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആലിമായ കാരണത്തിൽ ഡിഗ്രിയുടെ മേളിൽ ഡിഗ്രി കിട്ടിയ കാരണത്തിലല്ല ചെറിയൊരു ബാലക്കാർക്ക് നിങ്ങൾ ഗൗരവ കൊടുത്തത്. ബദലക്ക് പള്ളിയുടെ നിരന്തര പള്ളിയൊട്ടിക്ക് സമ്പർക്കം ഇന്ന കാരണത്തില് നിരന്തര ഈ റായത്തെ അഭിവൃദ്ധി വേണ്ട അവിടെ സേവ ആളില് സേവയുണ്ട് ചെല്ലില് അവന്റെ കൊണ്ട് അവിടെ സേവയാക്കട കാരണത്തിൽ നിങ്ങൾ ഗൗരവ കൊടുത്തത് സന്മാനാക്കിയത് മനുഷ്യ. നിങ്ങളെ കൽബൊക്കെ പടജതമ്പുരാൻ ഇട്ട് തന്റെ പിരിസപ്പാടുകത് ദീർഘശല്ലുള്ള മനുഷ്യര് അങ്ങനെ ആവുകിന്ന പ്രയത്നാക്കുറു. നിങ്ങ ഉമ്മക്കും പാപ്പക്കും നീ പള്ളിക്ക് പോണ്ടേച്ച നിങ്ങൾ ഉമ്മക്ക് ബലി ഇഷ്ടാത്, സ്വലാത്തിൽ നീ ഉള്ളേണ്ട് കേട്ട ഉമ്മക്ക് ബലി ഇഷ്ടാത്. ഇതുമായില്ലാതെ കാര്യക്രമം നടക്കുന്ന സന്ദർഭത്തില് നിന്റെ പേര് പറമ്പത്ത് ഉമ്മക്ക് ബലി പിരിസാത് ബലി ഇഷ്ടാത്. അക്കൂട്ടത്തിൽ ബാലക്കാറാ ഉമ്മ ബാബക്ക് ഇഷ്ട ഇന്ന സ്വറാക്കട രൂപത്തിലാവട്ടോ നിന്റെ ജീവന. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് ബൈതു യുകലു ഫീഹി റിബാ ബഡ്ഡി തിന്നിടവണ ബഡ്ഡി വ്യവഹാരാക്കടണ ഔത്തുൽ ഇന്നങ്ക റഹ്മത്തുൽ മലായികത്രങ്ങ കാല് ബൈക്കില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് ബൈതും ഫീഹി സൂറത്തുൻ ഔ തിംസാൽ ഔത്തുൽ മൂർത്തിയ വിഗ്രഹമാകിലിടദ മനുഷ്യടദ ഫോട്ടോ മൂർത്തി ഔത്തുൽ ഉൽഗത്തുൽ ഷോക്കേസിൽ എടുത്ത് വെച്ചിരെങ്കെ റഹ്മത്തുൽ മലായികത്രങ്ങ ഔത്തുക കാല് ബൈക്കില്ല. പിന്നെ റസൂലുള്ളാഹിയുടെ ബൈതുൻ യുലബു ഫീഹി നറദ് ആ ഫീഹി നറദ് ഔത്തുൽ ലൂഡ പോലോത്തെ കേരം പോലത്തെ നിരന്തര കളിച്ചോണ്ടിക്കുന്ന ആളുമാർ ഔത്തുള്ളത് ഉണ്ട് കണ്ടെങ്കിൽ റഹ്മത്തുൽ മലായികത്ത് ഔത്തുക കാല് ബൈക്കില്ല ദീർഘശല്ലുള്ള മനുഷ്യരെ. അതേപോലെ ബൈതും ഫീഹിൽ മൽഊനി മൽഊനൂൻ ഒരു ഔത്തുൽ ശപിക്കപ്പെട്ട ആളുമാറുള്ളവരുണ്ട് കണ്ടെങ്കിൽ ഉമ്മടെ ശാപ ആലിമീങ്ങളെ ശാപ റായത്തങ്ങളെ ശാപ ഈ ശാപ വീഴ്ച ശപിക്കപ്പെട്ട ദുർഗുണ ഇന്ന സ്വഭാവത്തെ ഉണത്തിൽ ഇന്നെങ്ക റഹ്മത്തുൽ മലക്കിറങ്ങ ഔത്തുക കാല് ബൈക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം